Hi dears, welcome back to your channel and welcome back to new video. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിൽക്ക് ത്രെഡ് ബാംഗിൾ ഡിസൈൻ ആണ്. പഴയ കളർ പോയ ഒരു ബാംഗിൾ ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതുപോലെ നല്ല ഭംഗിയുള്ള ബാംഗിൾ ആയിട്ട് എങ്ങനെ മാറ്റാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇതിനായിട്ട് നിങ്ങൾ നേരത്തെ യൂസ് ചെയ്തിരുന്ന ഏതെങ്കിലും കളർ ഫെയ്ഡ് ആയിട്ടുള്ള ബാംഗിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു പഴയ വളയാണ്. പഴയ വള ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഫാബ്രിക് ഗ്ലൂ ആണ്. പിന്നെ വേണ്ടത് ഈ രണ്ട് കളർ ത്രെഡാണ്. ഞാനിവിടെ ഈ രണ്ട് കളറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. ഇതുപോലെയുള്ളൊരു വുഡൻ ബാംഗിളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ത്രെഡ് എങ്ങനെയാണ് എടുക്കാൻ നോക്കാം. ഇവിടെ ഞാൻ ഇതുപോലുള്ളൊരു ബുക്കാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ടിയുള്ളൊരു ചട്ടയോ അല്ലെങ്കിൽ ബുക്കോ ഇതുപോലെ എടുക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ത്രെഡിൻ്റെ ഒരു അറ്റം ഇതുപോലെ ലെഫ്റ്റ് ഹാൻഡിൽ പിടിക്കുക. എന്നിട്ട് റൈറ്റ് ഹാൻഡ് കൊണ്ട് നമ്മൾ ത്രെഡ് ഇതുപോലെ റോൾ ചെയ്ത് കൊണ്ടുവരാം. ഇതുപോലെ നമ്മൾ ചുറ്റി ഒരു 35 തവണ ഇതുപോലെ റോൾ ചെയ്തെടുക്കണം. കണ്ടോ, ഈ രീതിയിൽ നമ്മൾ ത്രെഡ് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു 35 സ്റ്റാൻഡ്സ് ത്രെഡ് ഇതുപോലെ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആവാനായിട്ട് വിടാം. ഇനി നമുക്ക് ഈ ത്രെഡ് വെച്ചിട്ട് നമ്മുടെ ബാംഗിൾ ഒന്ന് കവർ ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതുപോലെ ആദ്യം തന്നെ ബാംഗിളിൻ്റെ മേലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ത്രെഡ് അതിൻ്റെ മേലെ വെച്ചിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പതുക്കെ നമ്മൾ ഇതുപോലെ വളയുടെ ഉള്ളിൽ നിന്നും ത്രെഡ് പുറത്തേക്ക് എടുത്തിട്ട് ഇത് ചുറ്റി കൊടുക്കണം. അങ്ങനെ നമുക്ക് ഈ ബാംഗിൾ കവർ ചെയ്തെടുക്കണം. കണ്ടോ, ഈ രീതിയിൽ നമ്മളെടുത്ത ത്രെഡ് അത്രയും ബാംഗിൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത പോലെ തന്നെ എൻഡിങ്ങിലും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് എക്സസ് ആയിട്ട് നിൽക്കുന്ന ത്രെഡ് നമുക്ക് സിസർ വെച്ച് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് അടുത്ത ത്രെഡ് എടുക്കാം. അതും ഇതുപോലെ തന്നെ ബുക്കിൻ്റെ മേലെ വെച്ചിട്ട് ഞാൻ ചുറ്റിയെടുക്കുകയാണ്. ഇതുപോലെ 12 സ്റ്റാൻഡാണ് ഞാൻ എടുക്കുന്നത്. 12 സ്റ്റാൻഡ്സ് വീതം 3 സെറ്റാണ് വേണ്ടത്. ഇതുപോലെ നമ്മൾ 12 തവണ ചുറ്റി കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ എഡ്ജ് ഒന്ന് ഈക്വൽ ആക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ ത്രെഡ് കവർ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ എടുത്ത ത്രെഡിൻ്റെ ഒരു എൻഡിൽ മാത്രമാണ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിരുന്നത്. പക്ഷേ ഈ ത്രെഡിൻ്റെ 2 എൻഡിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ എൻഡ് ഒന്ന് ഈക്വൽ ആക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ മറ്റേ എൻഡിലും ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മളെടുത്ത 3 സെറ്റിലും 2 എൻഡിലും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ 3 സെറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് നോക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 3 സെപ്പറേറ്റ് ആയിട്ടുള്ള ത്രെഡ്സും ഒരുമിച്ച് ഇതുപോലെ പിടിച്ചിട്ട് ഇതിൻ്റെ എൻഡിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് കൈവച്ച് പതുക്കെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഗ്ലൂ ചെയ്ത ത്രെഡ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒരു ബുക്കിൻ്റെ മേലെയോ അല്ലെങ്കിൽ ഒരു ചട്ടയുടെ മേലെയോ ഇതുപോലൊരു ക്ലിപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. ഒന്നിതുപോലെ ക്ലിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഇതിൻ്റെ വേറൊരു എൻഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിരുന്നു. അത് വെച്ച് നമുക്ക് വീണ്ടും ഈ ത്രെഡ്സ് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം സാധാരണ നമ്മൾ മുടിയൊക്കെ ബ്രെയ്ഡ് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ നമ്മളെടുത്ത ത്രെഡ് അത്രയും ബ്രെയ്ഡ് ചെയ്തെടുക്കണം. കണ്ടോ, ഇവിടെ നമ്മളെടുത്ത ത്രെഡ് അത്രയും തന്നെ കംപ്ലീറ്റ് ആയിട്ട് ബ്രെയ്ഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഗ്ലൂ ചെയ്ത് കൊടുത്ത 2 എൻഡും കുറച്ച് മാത്രം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കുറച്ചൊന്ന് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ബാംഗിൾ എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ത്രെഡ് എവിടെയാണോ കവർ ചെയ്ത് നിർത്തിയിരിക്കുന്നത് അവിടുന്ന് നമ്മൾ ഈ കളർ ത്രെഡ്
കവർ ചെയ്ത് കൊണ്ടുപോവുക. നമ്മളിപ്പോൾ എത്ര ലെങ്ത്തിലാണോ ഇത് ബ്രെയ്ഡ് ചെയ്തെടുത്തിരിക്കുന്നത് അത്രയും ലെങ്ത്തിലുള്ള ത്രെഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ത്രെഡ് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഫസ്റ്റ് ത്രെഡ് എങ്ങനെയാണോ ചുറ്റി കൊടുത്തത് അതേ രീതിയിൽ തന്നെ ഇത് ബാങ്കിളുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് എടുത്തിട്ട് ഇത് കവർ ചെയ്ത് കൊണ്ടുവരാം. അതുപോലെ നമ്മൾ ഈ ത്രെഡ് കഴിയുന്ന വരെ നമ്മൾ ഇതുപോലെ ചുറ്റി കൊടുക്കണം. കണ്ടോ, ഇതുപോലെ നമുക്ക് നമ്മളെടുത്ത ത്രെഡ് അത്രയും ബാങ്കിളിലേക്ക് കവർ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എവിടെയാണോ ഈ സെക്കൻഡ് ത്രെഡ് ചുറ്റി സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് നമ്മൾ ഏറ്റവും ആദ്യം എടുത്ത സെയിം കളർ ത്രെഡ് തന്നെ ചുറ്റി കൊണ്ടുവരണം. എത്ര ലെങ്ത്തിലാണോ നമ്മൾ ഫസ്റ്റ് ത്രെഡ് ചുറ്റി കൊടുത്തിരിക്കുന്നത് അതേ ലെങ്ത്തിൽ തന്നെ ഈ സൈഡിലും ചുറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ വീണ്ടും ഞാൻ ഇതുപോലെ ഒരു 35 സ്റ്റാൻസ് ത്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ എഡ്ജിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ ത്രെഡ് എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് ഈ ത്രെഡ് ചുറ്റിക്കൊണ്ടുവരണം. ഇതുപോലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിന് മേലെ നമുക്ക് ത്രെഡ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ത്രെഡ് ഇതുപോലെ ചുറ്റിക്കൊണ്ടുവരാം. ഈ കളറ് നമ്മൾ നേരത്തെ എത്ര ലെങ്ത്തിലാണോ ചുറ്റി കൊടുത്തത് അതേ ലെങ്ത്തിൽ തന്നെ ഈ സൈഡിലും ചുറ്റി കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ ത്രെഡ് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ നേരത്തെ രണ്ടാമതൊരു കളർ കൊടുത്തിരുന്നു. അതേ കളർ തന്നെ ഈ സൈഡിലും ഇവിടെയായിട്ട് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ത്രെഡ് ഇതുപോലെ ബ്രെയ്ഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് ഇത് ചുറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാങ്കിൾ ഇവിടെ കംപ്ലീറ്റ് ആയി. രണ്ട് കളറും ഇതുപോലെ നമ്മൾ ചുറ്റിയിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് നമ്മുടെ ബാങ്കിൾ ഇപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇത്രയും മതി എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ഇത് അട്രാക്റ്റീവ് ആക്കാനായിട്ട് ഞാൻ ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് സ്റ്റോൺസ് കൂടി ഇതിന് മേലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തിട്ട് നമ്മുടെ ബാങ്കിൾ ഇപ്പോൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ അടുത്തുള്ള പഴയ ബാങ്കിൾസ് നല്ല ഭംഗിയുള്ള പുതിയ ബാങ്കിൾസ് ആക്കി മാറ്റാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ഞാൻ യൂസ് ചെയ്ത സെയിം ത്രെഡ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, അതുപോലെ സെയിം കളർ സ്റ്റോൺസ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റോൺസ് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ഡിസൈൻ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.